നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊരു ട്രാവൽ വീഡിയോ കണ്ടു. ട്രാവൽ വീഡിയോ കണ്ട ശേഷം ട്രാവൽ വീഡിയോയിലാണെങ്കിൽ ആ ലൊക്കേഷനിൽ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ട്രാവൽ വീഡിയോ കണ്ട ശേഷം നിങ്ങൾ ആ ലൊക്കേഷനിലോട്ട് പോയി. നിങ്ങൾ ആ ലൊക്കേഷനിൽ എത്തിയ ശേഷമാണ് നിങ്ങൾക്ക് മനസ്സിലായത് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ കാര്യങ്ങളൊന്നും ഇല്ല. ആ ലൊക്കേഷൻ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞാണ്. നോർമലി എല്ലാ സ്ഥലവും ഉള്ള പോലെ കാര്യമാണ് ആ ലൊക്കേഷനിൽ ഉള്ളത്. അതുപോലെ വേറൊരു എക്സാമ്പിൾ ആണെങ്കിൽ നിങ്ങളൊരു ഫുഡ് ബ്ലോഗറിൻ്റെ വീഡിയോ ഉണ്ട്. ഫുഡ് ബ്ലോഗറിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആ ഹോട്ടലിൽ പോയി കഴിച്ച ശേഷമാണ് മനസ്സിലായത് നോർമലി ഉള്ള ഫുഡ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ് ഉള്ള ഫുഡാണ് നിങ്ങൾ കഴിച്ചത്. അതുപോലെ ഹോട്ടലിൽ പ്രത്യേകിച്ച് വൃത്തിയും കാര്യങ്ങളൊന്നുമില്ല. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളും ഞാൻ ലാസ്റ്റ് പോയ ഒരു ട്രിപ്പിൻ്റെ കാര്യങ്ങളുമാണ് ഞാൻ ഈ വീഡിയോസിലോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൊച്ചിൻ ട്രാവൽ സ്റ്റോറീസിൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് അൽഗോരിതം. അതായത് നമ്മളിപ്പോൾ ഞാനൊരു ട്രാവൽ ബ്ലോഗറാണ്. ഞാനൊരു ലൊക്കേഷനിൽ പോയിട്ട് വീഡിയോ എടുത്തപ്പോഴാണ് മനസ്സിലായത് ആ ലൊക്കേഷനിൽ പ്രത്യേകിച്ച് കാണാനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്കൊരു കണ്ടന്റ് എന്തായാലും എത്തിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ ലൊക്കേഷനിലെ ഡിഫറെൻറ്റ് ആംഗിൾസ് നമ്മൾ ട്രൈ ചെയ്ത് വീഡിയോസ് എടുത്ത് എന്തേലുമായിട്ടൊരു ബൂസ്റ്റ് ചെയ്ത ഒരു വീഡിയോ നമുക്ക് ഷെയർ ചെയ്യണം. അങ്ങനെയാണ് ഈ ട്രാവൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഈ ട്രാവൽ വീഡിയോസ് ഒന്ന് ബൂസ്റ്റ് ചെയ്ത് ഒരു സ്ഥലത്ത് ആ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഇല്ലാത്ത പോലെ എന്തെങ്കിലും വീഡിയോസ് എടുത്ത് നമ്മൾ ബൂസ്റ്റ് ചെയ്ത് പറയും. അങ്ങനെയാണെങ്കിൽ ആൾക്കാർ കാണാനുണ്ടാവുള്ളൂ. അപ്പം നമ്മൾ സത്യസന്ധമായിട്ട് റിപ്പോർട്ട് ചെയ്യണം. ഇപ്പം നമ്മളൊരു ലൊക്കേഷനിൽ പോയിട്ട് ആ ലൊക്കേഷനിൽ പ്രത്യേകിച്ച് കാണാൻ കാര്യങ്ങളൊന്നും ഇല്ല റിപ്പോർട്ട് ചെയ്താൽ ആരെങ്കിലും കാണുമോ? ഇല്ല, ആരും കാണില്ല. ഒരു തംബ്നെയിൽ വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോസൊക്കെ കാണുന്നത്. ഇതുപോലെ തന്നെയാണ് ഈ ഫുഡ് ബ്ലോഗിൻ്റെ കേസിൽ നടക്കുന്നത്. ഈ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോയിട്ട് നമ്മൾ പൈസ കൊടുത്തിട്ട് ഒരു ഫുഡ് കഴിച്ചു. ഈ ബ്ലോഗേഴ്സിൻ്റെ കേസാണ് ഞാൻ പറഞ്ഞത്, ഫുഡ് ബ്ലോഗേഴ്സിൻ്റെ. അപ്പോൾ അവർ പൈസ കൊടുത്ത് കഴിച്ച ശേഷം അവർക്ക് മനസ്സിലായി വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അവർക്കൊരു കണ്ടന്റ് ആവശ്യമാണ്. ഇപ്പം ഈ ഹോട്ടലിൽ പോയിട്ട് നമ്മളിപ്പോൾ ഒരു യൂട്യൂബിലൊരു വീഡിയോ ആണ് അതായത് നമ്മളെ തമ്പിനയിൽ തന്നെ നെഗറ്റീവ് ആകുമ്പോഴും ഈ ഹോട്ടലിൽ ഫുഡ് കൊള്ളില്ല, അതായത് ഫുഡ് ഇഷ്ടപ്പെട്ടില്ല എന്ന രീതിയിൽ തമ്പിനയിൽ കൊടുത്താൽ ആൾക്കാർക്ക് കാണാൻ താല്പര്യമില്ല. അപ്പോൾ ആ വീഡിയോക്ക് റീച്ച് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫുഡ് ബ്ലോഗേഴ്സൊക്കെ ഏത് ഹോട്ടലായാലും ഇപ്പം ഏത് ഫുഡ് കഴിച്ചാലും സൂപ്പറാണെന്നുള്ള കാര്യം പറയുന്നത്. കാരണം സൂപ്പറാണെന്ന് പറഞ്ഞാലേ ആ വീഡിയോക്ക് റീച്ച് കിട്ടുള്ളൂ, ആൾക്കാർ കാണുള്ളൂ. ഞാൻ ട്രാവൽ വീഡിയോസ് ചെയ്യുന്ന ഒരാളാണ്, നിങ്ങൾക്കറിയാം. അപ്പം ഞാൻ ലാസ്റ്റ് പോയ വാൽപ്പാറയുടെ വീഡിയോസും ആ വാൽപ്പാറ എങ്ങനെയുണ്ട്, വാൽപ്പാറയും ഒരു തട്ടിപ്പ് പ്ലേസ് ആണോ അതോ ബൂസ്റ്റ് ചെയ്ത് വെച്ച ഒരു പ്ലേസ് ആണോ എന്നുള്ളതാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാനും ഇതേപോലെ തന്നെയാണ് ട്രാവൽ വീഡിയോസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ആ സ്ഥലത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഒരു സ്ഥലം ബൂസ്റ്റ് ചെയ്തിട്ട് നമ്മളെ വീഡിയോസിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ, മെയിനായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെയാണ് വീഡിയോസ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ ഒരു ടൈപ്പിൽ നിന്ന് മാറിയിട്ട് അതായത് ആ സ്ഥലത്ത് എന്താണോ ഉള്ളത്, കറക്റ്റ് എന്താണോ ഉള്ളത്, ആ വീഡിയോസ് അതുപോലുള്ള വീഡിയോസ് എടുക്കാനാണ് ഞാനിപ്പം നെക്സ്റ്റ് വീഡിയോസിലൊക്കെ ട്രൈ ചെയ്യുന്നത്. അതായത് ഞാനും അങ്ങനെ മറ്റുള്ളവരെ പോലെ തന്നെ ഞാനും അതേപോലെ വീഡിയോസ് എടുത്താൽ ഞാനും മറ്റുള്ളവർ നമ്മൾ എന്താണ് ബന്ധം. അപ്പം അതിൽ നിന്നൊന്നും മാറി ചിന്തിച്ചിട്ട് എന്താണോ ആ സ്ഥലത്ത് കറക്റ്റ് ഉള്ളത് അതുപോലെ ട്രാവൽ വീഡിയോസ് എടുക്കാനാണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോസിലൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്. എല്ലാവരും വാൽപ്പാറ ബൂസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ വാൽപ്പാറയിൽ കാര്യങ്ങൾ കാണാനുണ്ടോ? അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എൻ്റെ ഈ വീഡിയോസിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പം വാൽപ്പാറ പോയ വീഡിയോസാണ് ഞാനിപ്പോൾ അടുത്ത് ഇടാൻ പോകുന്നത്. അപ്പോൾ അതൊന്ന് നിങ്ങൾ കണ്ടിട്ട് വാ. അപ്പം നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ഇനി മുതൽ അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ട് ഇപ്പം നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം എന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യാണ് ഇപ്പം പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിപ്പം വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വാൽപ്പാറയിലോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അപ്പം പാലക്കാട് കോയമ്പത്തൂർ ഹൈവേയിലാണുള്ളത്. എന്താല്ല ഈ വണ്ടീനെയൊക്കെ നീളം. ഞാൻ 1-2 തവണ വാൽപ്പാറ പോയിട്ടുണ്ട്. വാൽപ്പാറയിലെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം വാൽപ്പാറയിൽ എന്തെങ്കിലും കാണാൻ പറ്റിയ സ്ഥലങ്ങളുണ്ടോ അതോ ഈ ബ്ലോഗേഴ്സൊക്കെ ചുമ്മാ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നതാണോ നോക്കാം. KSRTC കാണുമ്പോൾ എന്താ ലുക്കല്ലേ. കോയമ്പത്തൂർ പോകുന്ന KSRTC ആണ്.
അപ്പം നല്ലൊരു ലൊക്കേഷനിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഈ ഒരു പാലം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നമ്മളെ കൊല്ലം ജില്ലയിലെ മറ്റേ ഒരു പാലമുണ്ടല്ലോ, കണ്ടർപാലോ, അതുപോലെയുണ്ട്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞു വന്നത്, വാൽപ്പാറയുടെ കേസാണ് പറഞ്ഞു വന്നത്. വാൽപ്പാറയുടെ കേസ് അവിടെ നിൽക്കട്ടെ, അതെന്തായാലും വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഞാൻ ഈ വ്ളോഗേഴ്സിൻ്റെ കാര്യം പറയാം, പ്രത്യേകിച്ച് ഈ ട്രാവൽ വ്ളോഗേഴ്സും ഫുഡ് വ്ളോഗേഴ്സും. ട്രാവൽ വ്ളോഗേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡ്രോണുള്ള ഷോട്ട്സാണ് നിങ്ങൾ അധികം കാണാറ്. ഈ ഡ്രോൺ ഷോട്ട്സ് കണ്ടിട്ടാണ് നിങ്ങളൊരു മെയിനായിട്ട് ഈ ലൊക്കേഷനിലോട്ട് പോയിട്ട് നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവുന്നത്. ഈ ഡ്രോൺ ഷോട്ട്സ് അപ്പോൾ ഏരിയൽ വ്യൂ ഷോട്ട്സാണ്, അതായത് മുകളിൽ നിന്ന് ഷോട്ട്സ് ആകുമ്പോൾ നിങ്ങളവിടെ ആ ലൊക്കേഷനിലോട്ട് പോകുമ്പോൾ ആ വ്യൂ നമുക്ക് എന്തായാലും കാണാൻ പറ്റില്ല. ആ വ്യൂ കാണണമെങ്കിൽ എന്തായാലും ഡ്രോണിലൂടെ തന്നെ കാണണം. അതാണ് മെയിനായിട്ടുള്ളൊരു ഡിസപ്പോയിൻറ്റഡ് ആവാനുള്ള ഒരു ചാൻസ് ഉള്ളത്. നമ്മളിപ്പോൾ ഹൈവേ എന്ന് മാറി കുറച്ചുകൂടി നാട്ടും പ്രദേശത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ ആ പാലക്കാടൻ സ്റ്റൈല് നമുക്ക് പ്രത്യേകിച്ച് കാണാൻ തുടങ്ങും കേട്ടോ. രാവിലെ തന്നെ ആയതുകൊണ്ട് കാണാൻ രസമുണ്ട്, കാണാൻ രസമില്ല എന്ന് പറയുന്നില്ല, നല്ല രസമുണ്ട് രണ്ട് ഭാഗത്തും. പ്രത്യേകിച്ച് രാവിലെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ നല്ല രസമായിരിക്കും. ഈ പാലക്കാടിന് എപ്പോഴും ഒരു തമിഴ്നാടിൻ്റെ ടച്ച് ഉണ്ട്. അത് തന്നെ അവിടുത്തെ ഈ വണ്ടികളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മെയിനായിട്ടും തമിഴ്നാട് ഒരു ടച്ച് ഉണ്ട്. ഈ തമിഴ്നാട്ടിലുള്ളവരെ മെയിൻ കൃഷിയാണല്ലോ അവർ. അപ്പോൾ അവർ ഉപയോഗിക്കുന്ന ബൈക്ക് എപ്പോഴും മറ്റേ TVSൻ്റെ ബൈക്കാണല്ലോ, ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്ന ബൈക്കില്ലേ, TVSൻ്റെ ചെറിയ ബൈക്ക്. അപ്പോൾ അത് തന്നെയാണ് മെയിനായിട്ട് ഈ പാലക്കാടൻ ഏരിയാസിലും ഞാനിപ്പോൾ കാണുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ചെറിയ തമിഴ്നാട് ടച്ച് എപ്പോഴും പാലക്കാടിനുണ്ട്. ബോർഡറാണ്, അത് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴാണ് ആ പാലക്കാടിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയത്. ആ രണ്ട് സൈഡും നെൽപ്പാടങ്ങളും അതിൻ്റെ നടുക്ക് റോഡൊക്കെ ആയപ്പോൾ ആ ഒരു പാലക്കാട് തന്നെ നമുക്ക് പറയാം. ഈ ഒരു ഏരിയ നമ്മൾ മനസ്സിലെന്താണ് ഉദ്ദേശിച്ച പാലക്കാട്, അത് തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നില്ല, നമ്മൾ പാലക്കാട് വഴിയാണ് എന്തായാലും വാൽപ്പാറ പോകേണ്ടത്. പാലക്കാടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നതേ ഉള്ളൂ. നമ്മളെന്തായാലും ഈ വാൽപ്പാറയുടെ വീഡിയോ 2 പാർട്ടായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ടൈപ്പ് ട്രാക്ടർ ഡിഫറെൻ്റാണ്, നമ്മളെ ഏരിയാസിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. മുന്നിൽ വണ്ടിയിൽ പോകുന്നവർ നേരത്തെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരെനിക്ക് തോന്നുന്നു ഇവിടുന്ന് റൈറ്റ് എടുക്കുകയാണ്. ഹലോ, അവർ നേരത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓൾറെഡി ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ പാലക്കാട് കഴിഞ്ഞ് തമിഴ്നാട് ടച്ച് ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ തമിഴ്നാട് ഏരിയാസ് ആണ്. അതെ, മനസ്സിലായി, തമിഴ്നാടല്ല. തമിഴ്നാട് ടച്ച് ചെയ്താൽ റോഡിൽ മൊത്തം പശുക്കളാണ്, അതിനെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി ഇതിപ്പം നമ്മൾ വാൽപ്പാറ പോകുന്ന റോഡാണ്. ഞാൻ തമിഴ്നാടിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞില്ലേ, ഈ തമിഴ്നാട് ഒരു പ്രത്യേക ഡിഫറെൻറ്റ് വൈബാണ്. നിങ്ങൾക്ക് ഈ വീട് അമ്പലങ്ങൾ നോക്കുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ മനസ്സിലാവും. എന്താ അറിയില്ല, നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന പ്രത്യേക ഒരു ഇൻട്രസ്റ്റാണ് ഈ വഴിയിലൂടെയൊക്കെ. കാരണം നമ്മൾ കുറച്ചുകൂടി പഴയ കാലങ്ങളിലോട്ട് പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. പ്രത്യേകിച്ച് അവർ ആ വീടുകളും കാര്യങ്ങളൊന്നും കാണുന്നുണ്ടാണ്. അത് മാത്രമല്ല, ഇവർ രാവിലെ തന്നെ കോലങ്ങളൊക്കെ വരക്കും വീടിൻ്റെ മുന്നിൽ. മാത്രമല്ല, പ്രത്യേക ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇവർ അമ്പലത്തിൽ നിന്നുള്ളതും എല്ലാ കാര്യങ്ങൾക്കും ഒരു പ്രത്യേക സ്മെല്ലും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുവഴി നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. നമ്മളിപ്പോൾ വാൽപ്പാറ ബോർഡർ എത്തി. ഇനിയിപ്പോൾ നമ്മളെ പേരും ഡീറ്റെയിൽസും ഇവിടെ നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. പേരും ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം നേരെ വാൽപ്പാറയിലേക്ക് പോവുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തു. ഇവിടെ പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്, അപ്പം നമ്മൾ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. മെയിനായിട്ട് ഈ വാട്ടർ ബോട്ടിൽസും അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ അവർ ചെക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കുറേ ഷോർട്സിലും ഈ റീൽസിലും കാര്യങ്ങളൊക്കെ കണ്ട ഒരു ഡാം ഉണ്ടാവും, ആളിയാർ ഡാം. അതായത്
ചില വോയിസ് ഉണ്ട് ഈ ആളിയാർ ഡാമിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ഉണ്ട്, ഒരു പ്രത്യേക വ്യൂ ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ ചെക്ക് ചെയ്യാം. അതൊക്കെ ഒരു അവിടുന്ന് കാണാൻ രസമുണ്ടോ അതോ ചുമ്മാ തള്ളി വിടുന്നതാണോ കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് എന്തായാലും ലെഫ്റ്റിൽ കാണുന്നതാണ് ആളിയാർ ഡാം. അത് നമുക്ക് ഏറ്റവും ടോപ്പ് നിന്നാണ് വ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. വണ്ടികളും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല. ഡ്രൈവ് ചെയ്യാൻ രസമുണ്ടോ ചോദിച്ചാൽ ഡ്രൈവ് ചെയ്യാൻ നല്ല രസമുണ്ട്. ആ കാര്യത്തിലൊന്നും ഒരു കുഴപ്പമില്ല. ഡ്രൈവ് ചെയ്ത് പോകാൻ നല്ല രസമുണ്ട്. നമുക്കിപ്പം ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ മാത്രമല്ലല്ലോ, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ കൂടെ വരുന്നവരുണ്ടാവും, പുറകിലിരിക്കുന്നവരുണ്ടാവും. ഇപ്പം നമ്മൾ കാറിലാണ് പോകുന്നതെങ്കിൽ നമ്മളെ കൂടെ വരുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്കും കാണാൻ രസമുള്ള ഒരു സ്ഥലമാണോ അതോ ഡ്രൈവർക്ക് മാത്രമായിട്ട് പ്രത്യേകിച്ചുള്ളൊരു സ്ഥലമാണോ നമുക്ക് നോക്കാം. നിങ്ങളൊരു ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്, അതായത് കാറിലായാലും ബൈക്കിലായാലും എന്തിലായാലും ഡ്രൈവ് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് നിങ്ങൾ ഷുവറായിട്ട് ഇങ്ങോട്ട് വരാം. ബാക്കിയുള്ളൊരു കാര്യം നിങ്ങൾ ഈ വീഡിയോ ഉണ്ട് എന്ന് പറ, എന്തെങ്കിലും കാണാനുണ്ടോ ഇല്ലയോ നമുക്ക് നോക്കാം. എനിക്ക് തോന്നുന്നു അവിടെ ഒരു ലോറി പഞ്ചറായിട്ട് അവർ ശരിയാക്കുവാണ്. ഈ ടൈപ്പ് സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ പഞ്ചറായാലും നല്ല പണി കിട്ടും. ഇതുവരെ എനിക്കൊരു പഞ്ചറും കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ ഒക്കെ വെച്ച് പഞ്ചർ കിട്ടിയാൽ നല്ല 8ൻ്റെ പണിയാണ്. കിട്ടായിരിക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ മെല്ലെ ചുരം കയറാൻ തുടങ്ങി. ഇതാണ് ഒന്നാമത്തെ ചുരം. ഇതേപോലെ ഒരുപാട് ചുരമുണ്ട്. ഈ ചുരത്തിലാണ് നിങ്ങളൊരു ആനയുടെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? അതായത് ഒരു ആന ഒരു ടൂറിസ്റ്റുകാരന് ചവിട്ടിക്കൊല്ലുന്ന വീഡിയോ. അത് ഈ ഏരിയയിലാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ട്രാവൽ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട പ്രത്യേകിച്ചൊരു കാര്യം ആനയുടെ കാര്യം. ആന ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഏരിയയിൽ എന്തായാലും പോകാതിരിക്കുക. ഈ ചിലരാണെങ്കിൽ വീഡിയോസ് കിട്ടാൻ വേണ്ടിയിട്ട് ആനയുടെ അടുത്ത് പോകും, വീഡിയോസ് എടുക്കും. പക്ഷേ മാക്സിമം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമായിരിക്കും. കാരണം നമ്മുടെ ലൈഫാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി വെക്കണം. വീഡിയോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാം. ഞാനെന്തായാലും ആനയൊക്കെ ഉണ്ടാകുമ്പോൾ ആ ഏരിയയിലോട്ട് അധികം പോകാറില്ല. ആന പോയി കഴിഞ്ഞ് ഞാൻ മെല്ലെ പോകും. പ്രത്യേകിച്ച് ഈ വണ്ടി ആകുമ്പോൾ നമുക്ക് വളക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആന ഒന്നായുള്ള കാര്യം പറയണ്ടല്ലോ. അങ്ങനെ ഇത് എനിക്ക് തോന്നി 4ാമത്തെ ചുരമാണ്. ഇതുപോലെ ഏകദേശം 10-28 ചുരമോ 30 ചുരമോ ഇത്രയും ഉണ്ട്. ഏകദേശം അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ് അറിയില്ല. ഇതൊരു വലിയ വണ്ടികൾ വരുമ്പോൾ പ്രശ്നമുള്ളൂ. അല്ലാത്തപ്പോഴും നമുക്ക് നല്ല സുഖമായിട്ട് പോകാൻ പറ്റും. വാൽപ്പാറ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ വരയാടിനെ കണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ കറക്റ്റ് എടുക്കാൻ പറ്റിയില്ല. വരയാട് സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ റെയറാണ്, നമുക്ക് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അങ്ങനെ അടുത്ത ചുരം എത്തി. അങ്ങനെ ഓരോന്നായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം ഇപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ആളിയാർ ഡാമിൻ്റെ വ്യൂ ഉള്ള ആ സ്ഥലത്തോട്ട് എത്താനായി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആളിയാർ ഡാമിൻ്റെ ആ വ്യൂ ഉള്ള സ്ഥലം. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെയുണ്ട് നോക്കാം. നല്ല ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഡാമിൻ്റെ വ്യൂ എടുക്കുന്നതിന് മുമ്പേ വേറെ ഒരുത്തനെ കണ്ടു. അവനാണെങ്കിൽ ഭയങ്കര ശല്യമാണ്. ഇപ്പം ആ മരത്തിലോട്ട് പോയതേ ഉള്ളൂ. ഇതിന് മുന്നേ ഒരു കാറിലൊക്കെ പോയിട്ട് അവരെ സാധനങ്ങളൊക്കെ എടുക്കുമായിരുന്നു. ഇതാണപ്പം നമ്മൾ വന്ന വഴി. അപ്പം അത്രയും താഴെ നിന്നാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഒരു ബസ് വന്നു. പിന്നെ ഇവൻ നല്ല ഡേഞ്ചറായി, അവനെ സൂക്ഷിക്കണം. ഇവർക്ക് കാറ് കാണുമ്പോഴാണ് കല്ലിറങ്ങുക. അപ്പം ഇതാണ് നിങ്ങൾ ആളിയാർ ഡാമിൻ്റെ വ്യൂ കാണാൻ പോകുന്നത്. ഇതാ കാണുന്നതാണ് ആളിയാർ ഡാം.
ഈ ഡാമാണ് ഈ റീൽസിലും ഈ ട്രാവൽ ബ്ലോഗേഴ്സൊക്കെ നല്ല ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം. കാണാൻ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, പക്ഷെ നമ്മൾ ഈ വീഡിയോസിൽ അവരെ സൗണ്ട് റെക്കോർഡിങ് കാണുമ്പോൾ നമ്മൾ സൂപ്പർ സ്ഥലമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ നമ്മൾ പ്രത്യേകിച്ച് അവിടെ വന്നു നോക്കുമ്പോഴാണ് കാണാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇത് ഈ കാഴ്ചകളില്ല. അവിടെ നിന്ന് ഒരു ലോറി റൗണ്ട് എടുത്ത് ഒക്കെ പോകുന്ന കാണാൻ രസമുണ്ട്. ഇതാണ് ആളിയാർക്ക. ഓൾറെഡി ഇപ്പം 15 മിനിറ്റോളായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്പം നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഇതുവരെ വന്നതിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ വാൽപ്പാറയിൽ എന്തെങ്കിലും കാണാനുണ്ടാവും എന്നുള്ളത്. അപ്പോൾ ബാക്കി ഇവിടെ നമ്മൾ അടുത്ത വീഡിയോസിൽ ഞാൻ കാണിക്കാം, ഷെയർ ചെയ്യാം. ഓക്കെ.